കോഴിക്കോട് സിനോജ് തോമസ് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. സിനോജ് നിൽക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷനിലെ GUP സ്കൂൾ വെള്ളയിൽ വെസ്റ്റിൽ നിന്നാണ് ചേരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സിനോജ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ ആദ്യഘട്ടത്തിൽ ഒരു പ്രതീക്ഷിച്ചത്ര പോളിംഗ് ഉണ്ടായിരുന്നില്ല. പക്ഷേ രണ്ടാം ഘട്ടത്തിൽ ഒരു പ്രതീക്ഷയോടെ തന്നെയാണ് മുന്നണികൾ കുറച്ചുകൂടി ആവേശം കൂട്ടി. ഇന്നലേക്ക് കൊട്ടിക്കലാശമൊക്കെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞപ്പോൾ ആ ഒരു ആവേശം അങ്ങേയറ്റം മലയടിക്കുന്നതും കണ്ടിരുന്നു. ആ ആവേശം ഇനി ബൂത്തിലേക്ക് എത്തുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. കോഴിക്കോട് പൊതുവായിട്ടുള്ള ഒരു സാഹചര്യം എന്താണ് പ്രതീക്ഷിക്കുന്നത്? ശ്രുതി, ആര്യ, വെരി ഗുഡ് മോർണിംഗ്. അതായത് ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ ബൂത്തുകളിലാണ്. വെള്ളയിൽ മൂന്നാലിങ്കൽ ഡിവിഷനുകളുടെ ബൂത്തുകളുള്ള സ്കൂളാണ്. 2 ബൂത്തുകൾ എന്ന് പറയുന്നത് വെള്ളയിൽ ഡിവിഷനിലാണ്. ഒരു ബൂത്ത് മൂന്നാലിങ്കൽ ഡിവിഷനിൽപ്പെട്ട ബൂത്താണ്. എല്ലാ ഒരുക്കങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തീകരിച്ചിരിക്കുന്നു. തെക്കൻ കേരളത്തിൽ കണ്ടതുപോലെ വോട്ടിംഗ് ശതമാനം കുറയാതിരിക്കാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ ജോലികൾ എടുത്തു തുടങ്ങിയിരുന്നു. പരമാവധി വീടുകൾ കയറി സ്ലിപ്പൊക്കെ കൊടുത്തതുകൊണ്ട് പരമാവധി ആളുകൾ നേരത്തെ എത്തി വോട്ട് ചെയ്യാനുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിയിരുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ പയ്യാനക്കൽ മേഖലയിലൊക്കെ തന്നെ 6 മണി കഴിഞ്ഞിട്ടും നിരവധി ആളുകൾ ക്യൂവിലുണ്ടായിരുന്നു. ആ സാഹചര്യം ഇത്തവണ ഒഴിവാക്കാൻ വേണ്ടി നേരത്തെ എത്തി വോട്ട് ചെയ്യണമെന്ന നിർദ്ദേശം രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. സ്ലിപ്പൊക്കെ തന്നെ നേരത്തെ വീടുകളിൽ എത്തിച്ചിട്ടുണ്ട്. ഇനി വൈകിട്ട് വന്ന് വോട്ട് ചെയ്യാമെന്ന് കരുതി കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കും ജോലിഭാരം കൂടും. കാരണം ഈ നഗര പ്രദേശമായതുകൊണ്ട് തന്നെ ആളുകൾ ജോലി കഴിഞ്ഞ് വന്ന്, അതായത് സ്വകാര്യ ജോലിക്ക് പോകുന്ന ആളുകൾക്ക് തന്നെ ജോലി കഴിഞ്ഞ് വന്ന് വോട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ വലിയ തിരക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ബൂത്ത് ഒരുക്കി റെഡിയായിട്ടിരിക്കുകയാണ്. 6 മണിക്ക് മോക്ക് പോളിംഗ് തുടങ്ങും. 6 മണിക്ക് മോക്ക് പോളിംഗ് തുടങ്ങി ഏജന്റുമാരൊക്കെ തന്നെ എത്തണം. ഉദ്യോഗസ്ഥർ മാത്രമേ ഇപ്പോൾ നിലവിൽ ഈ ബൂത്തിലുള്ളൂ. 6 മണിക്ക് മോക്ക് പോളിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 7 മണി മുതൽ വോട്ടെടുപ്പ് ആരംഭിക്കും. വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. എല്ലാ സജ്ജീകരണങ്ങളും ബൂത്തിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് തന്നെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി എല്ലാം സജ്ജീകരിച്ചാണ്. രാവിലെ തന്നെ എഴുന്നേറ്റെല്ലാം റെഡിയാക്കി വെച്ച ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ദൃശ്യം എന്ന് പറയുന്നത് വെള്ളയിൽ ബൂത്താണ്. 67-ാം വാർഡ് വെള്ളയിൽ ബൂത്താണ്. 5-ാം നമ്പർ പോളിംഗ് സ്റ്റേഷനാണ്. ഇത്തരത്തിൽ ഇവിടെ ഒരു 800-ൽ താഴെ വോട്ടർമാർ മാത്രമാണ് ഈ ബൂത്തിലുള്ളത്. പക്ഷേ തൊട്ടടുത്ത ബൂത്തിൽ 1300-ലധികം വോട്ടർമാരുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചില ബൂത്തുകളിൽ ചിലപ്പോൾ 6 മണിക്ക് ശേഷം ഇലക്ഷൻ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. കോഴിക്കോട് ജില്ല എടുത്തു കഴിഞ്ഞാൽ 3097 ബൂത്തുകളാണ് ഇത്തരത്തിലുള്ളത്. ബൂത്ത് ഇപ്പോൾ വോട്ടർമാർക്ക് വേണ്ടി പറയാം, പുറത്ത് ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇവിടെ പുറത്ത് പോളിംഗ് സ്റ്റേഷൻ നമ്പർ ഉണ്ടാവും, ഏതാണ് ബൂത്തെന്ന് ഉണ്ടാവും, വീട്ടു നമ്പർ ഉണ്ടാവും. ഓരോ വീട്ടു നമ്പർ അടിസ്ഥാനത്തിലാണ് ഈ വോട്ട് നൽകുന്നത്. അതുകൊണ്ട് ഇന്ന വീട്ടു നമ്പർ മുതൽ ഇന്ന വീട്ടു നമ്പർ വരെയുള്ള ആളുകൾക്കാണ് ഇവിടെ വോട്ട് ചെയ്യേണ്ടത്. ഒപ്പം തന്നെ സ്ഥാനാർത്ഥികളുടെ പേരുകൾ, ചിഹ്നം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പതിപോലെ ഉള്ള സ്റ്റിക്കറുകളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ പതിച്ചിട്ടുണ്ട്. ആളുകൾക്ക്, വോട്ടർമാർക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നോക്കി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇക്കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 3097 ബൂത്തുകളാണ് ജില്ലയിലുള്ളത്. അതിൽ പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. അത്തരത്തിൽ പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാ കളക്ടറേറ്റിൽ തന്നെ അവിടെ ഒരു കൺട്രോൾ റൂമുണ്ട്. കൺട്രോൾ റൂമിൽ ഇരുന്നു കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആ വെബ്കാസ്റ്റിംഗ് വഴി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നിരീക്ഷിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. ഈ കോഴിക്കോട് ജില്ലയിൽ കോർപ്പറേഷനുണ്ട്, 7 നഗരസഭകളുണ്ട്, 12 ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട്, 7 നഗരസഭ, 12 ബ്ലോക്ക് പഞ്ചായത്ത്, 70 പഞ്ചായത്തുകൾ. അങ്ങനെ 6328 സ്ഥാനാർത്ഥികളാണ് ഇന്ന് ജനവിധി തേടാൻ വേണ്ടി പോകുന്നത്. അത്രയും സ്ഥാനാർത്ഥികൾ കോഴിക്കോട് ജില്ലയിൽ നിന്നുണ്ട്. അതുകൊണ്ട് സ്ഥാനാർത്ഥികളൊക്കെ തന്നെ നെഞ്ചിടിപ്പോടെ കാത്തിരിക്കുകയാണ്. പരമാവധി വോട്ടർമാരെ ബൂത്തിലേക്ക് കൊണ്ടുവരിക, വോട്ട് ചെയ്യിപ്പിക്കുക എന്നതാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും ചുമതല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഉണർന്നിരിക്കുന്നു. അവരുടെ ഏജന്റുമാരൊക്കെ തന്നെ ബൂത്തിലേക്ക് അല്പസമയത്തിനകം